ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ഡെയ്സിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ കത്തി വെക്കേണ്ടി വരുമോ? എന്റെ കഴുത്തിൽ കത്തിവെക്കാനായി നീ ചിന്തിക്കില്ലേ? അതിനു മുമ്പ് നിന്റെ തലയിൽ ഞാൻ തുളയിട്ടിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ. ഞാൻ ഡെയ്സിയെ കൊണ്ട് വരാം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഹലോ. ആ അങ്കിൾ, എന്താണ് നീ വൈകിയേ? അവള് വിളിച്ചിരുന്നു, നീ ഇവിടെ എത്തിയോന്നും ചോദിച്ചോണ്ട്. എന്താ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയോ? ഏയ്, ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക്. ഓ, ഹലോ. എടി ഡെയ്സി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ വിളിക്കാം. എന്താ? ഞാൻ വിളിക്കാന്ന്. ഹലോ ഹലോ. കട്ട് ചെയ്തു. അങ്കിള് പിന്നെയും കേറി തടിച്ചു. നീ അപ്പൊ തടി കുറച്ചു. തടി കുറച്ചൊന്നും അല്ല, അങ്കിളിന്റെ സൂസുമേ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല. അമ്മയായി പോയില്ലേ, വല്ലൊന്നും പറയാൻ പറ്റുമോ? ഇനി ഇവിടെ നിന്ന് വേണം തടിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ. അതൊക്കെ നമുക്ക് ശരിയാക്കാമടാ. എന്തായാലും നീ വന്നല്ലോ. ആ ആന്റി, സുഖമല്ലേ? അതെ. അല്ല, ഡെയ്സി എവിടെ? അവളെ കണ്ടില്ലല്ലോ. എടാ, അവൾ അകത്തുണ്ട്. നീ ധൈര്യമായിട്ട് വാ. കേറി വാടാ, ഇത് നിന്റെ സ്വന്തം വീടല്ലേടാ. ഇതെന്താ ഞാൻ വന്ന ഉടനെ ആ ഫോണങ്ങ് മാറ്റിക്കളഞ്ഞത്? ഇനി വന്നേ നോക്കട്ടെ. ഡേവിസേ, എന്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഡേവിസ് ഇടപെടേണ്ട കാര്യമില്ല. അതെങ്ങനെ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മണവാട്ടി ആകേണ്ടവളല്ലേ നീ? അപ്പോ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഇപ്പോഴേ അറിഞ്ഞിരിക്കുന്നതല്ലേ മോളെ നല്ലത്? എന്തുവാടി നിനക്കവിടെ പണി? എത്ര നേരമായിട്ട് വിളിക്കുന്നു? ഇന്നലെ വിളിച്ചപ്പോ അവിടെ ആരുടെയൊക്കെ ഒച്ചയും ബഹളമൊക്കെ കേട്ടല്ലോ. അതുകൊണ്ടെന്നാ ഇപ്പൊ നിനക്ക് ശബ്ദമില്ലേ? ശബ്ദം അവൾക്കില്ല, എനിക്കുണ്ട്. ആരടാ നീ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? എന്റെ പെണ്ണിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നോ? സ്റ്റുപ്പിഡ് ഫെലോ. നിന്റെ പെണ്ണോ? പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്റെ പെണ്ണല്ല, നിന്റെ പെണ്ണാവോ? നീ നിന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ടാവും. അത് വെറും നടക്കാത്ത സ്വപ്നമാ. അതൊന്നും നിന്നെ അറിയിക്കാൻ വേണ്ടിട്ടാ ഈ ഡേവിസിന്റെ വരവും. ഓ, അങ്ങനെയാണോ? അതെ. അല്ല, നമുക്ക് തമ്മിലൊന്ന് നേരിട്ട് കാണണ്ടേ, മുഖാമുഖം? ഓ, നിനക്ക് വാങ്ങിച്ചു കൂട്ടാൻ ധൃതിയായെങ്കിൽ ഞാനായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നേ?
എപ്പം എവിടെ വെച്ച് വേണോന്ന് പറഞ്ഞാ മാത്രം മതി. തരാനും വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കാനും പാകത്തിന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞേക്കും. അത് പക്ഷേ ഡെയ്സിയുടെ അടുത്തല്ല, അവളെ വിട്ടുപിടി. നിനക്ക് കാണാനത്ര മോഹമായിട്ട് നിൽക്കല്ലേ, കാണേണ്ട സ്ഥലം മാത്രം പറഞ്ഞാ മതി. അത് നല്ലൊരു മുഹൂർത്ത. ഡെയ്സിയുടെ ഭാവി വരനും കാമുകനും തമ്മിലുള്ള പരിചയപ്പെടൽ എന്തുകൊണ്ടും മറക്കാനാകാത്ത മുഹൂർത്ത. ഈ മുഹൂർത്തം നമ്മൾ മാത്രം അനുഭവിച്ചാ പോരല്ലോ, നടു റോഡിലേക്ക് ഇറങ്ങി നാട്ടുകാർക്ക് നല്ലൊരു കാഴ്ച കൂടി ഒരുക്കണ്ടേ? അതല്ലേ ഇമാതിരി പരിപാടിയുടെ ഒരു ഹൈലൈറ്റ്. അതിനെന്താ, ഞാനൊരുക്കുക. അതിനുള്ള വഴി നീയായിട്ടൊരുക്കെങ്കിൽ ഞാൻ എപ്പോഴേ റെഡി. ഞാൻ അങ്ങോട്ട് വരണോ, നീ ഇങ്ങോട്ട് വരുവോ? വാങ്ങിക്കൂട്ടുന്നവൻ ആരാണോ അവൻ കണ്ടെത്തുന്ന സ്ഥലം. അതാവുമ്പോ അവനവന്റെ വീട്ടിൽ ഇഴഞ്ഞാണെങ്കിലും ചെല്ലാലോ. ഞാനെങ്കിൽ കോമൺ ആയിട്ടൊരു സ്ഥലം പറയാം. പാർക്കിനടുത്ത് കൃത്യം 11 മണിക്ക് കാണാം. ആരാണ് ഇഴഞ്ഞു പോകുന്നതെന്ന് പണി കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. പണ്ട് മൂപ്പളമ തർക്കത്തിൽ ചേകവന്മാർ തമ്മിൽ അംഗം വെട്ടുമ്പോ ഏതെങ്കിലും ഒരു ചേകവൻ വീഴണം. ഇവിടെ ഡെയ്സിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ കത്തിവെക്കേണ്ടി വരുമോ? എന്റെ കഴുത്തിൽ കത്തിവെക്കാനായി നീ ചിന്തിക്കില്ലേ? അതിനു മുമ്പ് നിന്റെ തലയിൽ ഞാൻ തുളയിട്ടിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ. ഞാൻ ഡെയ്സിയെ കൊണ്ടുവരാം. അവള് കണ്ടിരിക്കട്ടെ അവൾക്ക് വേണ്ടിയുള്ള മത്സര കാഴ്ച. മോനെ ഡേവിസേ, നീ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ഞാൻ അവളെ കൊണ്ടുപോവും. കാരണം അവൾ എന്റെ പെണ്ണ. ഇന്നലെ വന്ന ഈ ചാറ്റൽ മഴ കൊണ്ടാലൊന്നും അവൾക്കൊരു പനിയുടെ ലക്ഷണവും ഉണ്ടാവത്തില്ല. നീ വിട്ടുപിടിക്ക്. നിന്റെ കൈപ്പാങ്ങിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല ഈ ഞാൻ. ശരി, എങ്കിൽ നമുക്ക് കാണാം. ഈ ഡേവിസ് ആരാണെന്ന് നിന്നെ ശരിക്ക് അറിയിക്കുകയും ചെയ്യാം. ഓ ആയിക്കോട്ടെ.